ആം ആദ്മി പാർട്ടിയുടെ താരപ്രചാരകനും ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങളൊരുക്കി പ്രചരണത്തിന് നേതൃത്വം നൽകേണ്ടിയിരുന്ന പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം തിഹാർ ജയിലിലാണ്. രണ്ടാം നിര നേതാക്കളാവട്ടെ ED എന്നാണ് തങ്ങളെ ജയിലിലേക്ക് അയക്കുന്നതെന്ന് കാത്തിരിക്കുകയുമാണ്. ഒരു മാസത്തിനകം തന്നെയും മന്ത്രി സൗരഭ് ഭരദ്വാജിനെയും ED അറസ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി അതിഷി പത്രസമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരമൊരു വലിയ പ്രതിസന്ധി മറികടക്കാനുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി പാർട്ടിക്ക് മുന്നിലുള്ളതായി തോന്നുന്നില്ല. AAPയുടെ 2-3 നിരയിലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പ്രതിഷേധ പരിപാടികൾ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ AAP ഇന്ത്യ മുന്നണിയെ ആശ്രയിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി റാലിയിലും തികഞ്ഞ ആശയക്കുഴപ്പം പ്രകടമായിരുന്നു. ഈ റാലി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധമല്ലെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിലുള്ള പ്രതിഷേധം തന്നെയാണെന്ന് AAPയും വ്യക്തമാക്കി. തർക്കങ്ങൾക്കൊടുവിൽ സ്റ്റേജിലെ ബാക്ക്ഡ്രോപ്പിലുണ്ടായിരുന്ന ജയിലഴികൾക്ക് പിന്നിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രം AAPക്ക് നീക്കം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ചിറകിൽ AAP എത്രമാത്രം സുരക്ഷിതമാണെന്ന് അവർക്ക് പോലും വ്യക്തമല്ല. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹിക്ക് പുറത്തു വളരാനുള്ള ഒരവസരമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് പോയതോടെ ഈ അവസരമാണ് പാർട്ടിക്ക് നഷ്ടമായത്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഗോവ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള കെജ്രിവാളിന്റെ പദ്ധതിയാണ് അറസ്റ്റോടെ ഇല്ലാതായത്. ഡൽഹിയിലെ AAP രാഷ്ട്രീയത്തിൽ കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുടെ രംഗപ്രവേശം പാർട്ടിക്കുള്ളിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം.